ജൂൺ 15 മുതൽ KSRTCയിൽ സൗജന്യ യാത്ര പ്രാബല്യത്തിൽ വരികയാണ്. UDF സർക്കാരിന്റെ ഏറ്റവും വലിയ തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു ഇന്ദിരാ ഗ്യാരണ്ടി. ഒടുവിൽ നടപ്പിലാക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ഏതൊരു സാധാരണക്കാരനും ആദ്യം വലിയ ആവേശമൊക്കെ തോന്നും. എന്നാൽ ഈ വമ്പൻ പ്രഖ്യാപനത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോകുമ്പോൾ സംസ്ഥാന ഭരണകൂടം ജനങ്ങൾക്ക് മുന്നിൽ വെച്ച് നീട്ടുന്ന കൺകെട്ട് വിദ്യകളുടെയും ഒളിച്ചുകളികളുടെയും വലിയൊരു ചിത്രമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇവിടെ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഒന്നേയുള്ളൂ. ഈ പ്രകടന പത്രികയൊക്കെ തയ്യാറാക്കുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി VD സതീശനും ഇപ്പോഴത്തെ ഭരണാധികാരികൾക്കും ഒരു കാര്യം അറിയില്ലായിരുന്നു. കേരളത്തിലെ ഖജനാവ് കാലിയാണെന്നും ഇവിടുത്തെ സാമ്പത്തിക ഭദ്രത വളരെ മോശമാണെന്നും തങ്ങൾ പ്രതിപക്ഷത്തിരുന്നപ്പോൾ നാട് കടക്കിണിയിലാണ്, പിച്ചച്ചട്ടിയിലാണ്, ശമ്പളവും പെൻഷനും കൊടുക്കാൻ പോയിട്ട് സ്വന്തം കാര്യം നോക്കാൻ പോലും ഇവിടെ പൈസ ഇല്ല എന്ന് പറഞ്ഞ് ദിവസവും വാർത്താ സമ്മേളനം നടത്തി നമ്മളെ സാമ്പത്തിക ശാസ്ത്രം പഠിപ്പിച്ച വലിയ ആൾക്കാരാണിവർ. ഇവിടുത്തെ സാമ്പത്തിക തകർച്ചയെ കുറിച്ച് ഏറ്റവും നന്നായി അറിയാമായിരുന്നിട്ടും വോട്ട് തട്ടാൻ വേണ്ടി മാത്രം സ്ത്രീകൾക്ക് സമ്പൂർണ്ണ സൗജന്യ യാത്ര എന്ന വമ്പൻ വാഗ്ദാനം അങ്ങ് നൽകി ജനങ്ങളെ മോഹിപ്പിച്ചു. എന്നാൽ ഭരണം കിട്ടി ഖജനാവ് തുറന്ന് നോക്കിയപ്പോഴാണ് യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടതും ഒടുവിൽ ഇവർക്ക് വാൽ ചുരുട്ടേണ്ടി വന്നതും. എല്ലാ ബസ്സിലും ഫ്രീ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അത് ഓർഡിനറി ബസ്സുകളിൽ മാത്രമാക്കി ഒതുക്കിയിരിക്കുകയാണ്. വോട്ടർമാരെ മുഴുവൻ വോൾവോയും സ്വിഫ്റ്റും കാണിച്ച് മോഹിപ്പിച്ചിട്ട് ഒടുവിൽ ഓർഡിനറി തുരുമ്പൻ ബസ്സിലേക്ക് തള്ളിക്കയറ്റിവിട്ടിരിക്കുന്നു. ആദ്യത്തെ 100 ദിവസം ഓർഡിനറിയിൽ ഓടിച്ച് പഠിച്ചിട്ടേ അടുത്ത ഘട്ടം തീരുമാനിക്കുമെന്നാണ് പുതിയ ന്യായീകരണം. ഖജനാവ് കാലിയാണെന്ന് അറിഞ്ഞിട്ടും ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി മാത്രം നടത്തിയ ഈ സതീശൻ സർക്കാർ മോഡൽ കൺകെട്ട് വിദ്യയുടെ പിന്നിൽ യഥാർത്ഥത്തിൽ എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നതെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. നമുക്ക് ആദ്യം തന്നെ ഇതിന്റെ കൃത്യമായ സാമ്പത്തിക കണക്കുകളിലേക്ക് വരാം. കേരളത്തിന്റെ പ്രതിദിനം ശരാശരി 23 ലക്ഷം പേർ KSRTC ആശ്രയിക്കുമ്പോൾ അതിൽ പകുതിയും സ്ത്രീകളാണ്. ഈ ലക്ഷക്കണക്കിന് വരുന്ന യാത്രികർക്ക് സൗജന്യം കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം സർക്കാർ ഏറ്റെടുക്കുമെന്നാണ് പ്രഖ്യാപനം. എന്നാൽ എല്ലാ ക്ലാസ് ബസ്സുകളിലും സൗജന്യം അനുവദിച്ചാൽ 3 മാസത്തെ നഷ്ടം 112 കോടി രൂപയായി ഉയരും. നിലവിൽ ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളവും പെൻഷനും കൊടുക്കാൻ ഗതിയില്ലാത്ത ഒരു സ്ഥാപനത്തിലേക്കാണ് ഈ 112 കോടിയുടെ ഭാരം വരുന്നത്. ഇത് താങ്ങാൻ കഴിയില്ലെന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് ഓർഡിനറിയിൽ മാത്രം ഒതുക്കി ചിലവ് 57 കോടിയിലേക്ക് സർക്കാർ വെട്ടിച്ചുരുക്കിയത്. വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് വമ്പൻ ഓഫർ കൊടുത്തിട്ട് ഒടുവിൽ പൈസ ലാഭിക്കാൻ വേണ്ടി സ്ത്രീകളെ ഓർഡിനറി ബസ്സിലേക്ക് മാറ്റിയിരുത്തിയ അവസ്ഥയാണിത്. ഇനി ഒതുക്കി വെച്ച 57 കോടി രൂപ നൽകാൻ പോലും ഖജനാവിൽ പണമില്ല എന്നതാണ് അടുത്ത തമാശ. അതിനായി സർക്കാർ കണ്ടെത്തിയ വഴി കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനെ സമീപിക്കുക എന്നതാണ്. നമ്മുടെ നാട്ടിൽ കടം വാങ്ങി ബിരിയാണി തിന്നുക എന്ന് പറയുന്നത് പോലെ ഇവിടെ കടം വാങ്ങി ഫ്രീ യാത്ര കൊടുക്കുകയാണ്. മുൻപ് സഹകരണ ബാങ്കുകളിൽ നിന്ന് കടമെടുത്ത് പെൻഷൻ കൊടുത്ത അതേ തറവാട്ട് മാതൃക. KFC പണം ഇറക്കും, സ്ത്രീകൾ ഫ്രീ ആയി യാത്ര ചെയ്യും, പിന്നീട് സർക്കാർ പലിശ സഹിതം ഈ തുക തിരിച്ചടയ്ക്കണം. അതായത് കടത്തിന്റെ പലിശ വീട്ടാൻ നാളെ ജനങ്ങളുടെ മേൽ വീണ്ടും അധിക നികുതി ചുമത്തും. ചുരുക്കത്തിൽ ജനങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് ജനങ്ങൾക്ക് തന്നെ ഫ്രീ ടിക്കറ്റ് നൽകുന്ന വിചിത്രമായ സാമ്പത്തിക ശാസ്ത്രമാണ് ഇവിടെ നടക്കുന്നത്. ഈ പ്രഖ്യാപനത്തിലെ അടുത്ത വലിയ വിരോധാഭാസം കിടക്കുന്നത് വടക്കൻ ജില്ലകളിലാണ്. തെക്കൻ കേരളത്തെ അപേക്ഷിച്ച് മലബാർ മേഖലയിൽ KSRTC ഓർഡിനറി സർവീസുകൾ എത്രത്തോളം കുറവാണെന്ന് റൂട്ടുകളെ കുറിച്ച് ധാരണയുള്ള ആർക്കും അറിയാം. അവിടെ ഭൂരിഭാഗവും പ്രൈവറ്റ് ബസ്സുകളാണ് ഓടുന്നത്. അപ്പോൾ വടക്കൻ ജില്ലകളിലെ അമ്മമാർക്കും സഹോദരിമാർക്കും ഈ ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഗുണം കിട്ടണമെങ്കിൽ അവർ മണിക്കൂറുകളോളം KSRTC ഓർഡിനറി ബസ്സും കാത്ത് വഴിയിൽ നിൽക്കേണ്ടി വരും. ഈ പ്രതിഷേധം മുൻകൂട്ടി കണ്ടുകൊണ്ട് സർക്കാർ ഇപ്പോൾ മറ്റൊരു തമാശ പറയുന്നുണ്ട്. ഓർഡിനറി ബസ്സുകൾ ഇല്ലാത്ത മണ്ഡലങ്ങളിൽ പുതിയ സർവീസുകൾ ആരംഭിക്കുമെന്ന്. ഉള്ള ബസ്സുകൾക്ക് ഡീസൽ അടിക്കാൻ പൈസയില്ലാതെ സർവീസുകൾ റദ്ദാക്കുന്ന KSRTC ആണ് മലബാറിലെ സ്ത്രീകൾക്ക് ഫ്രീ കൊടുക്കാൻ വേണ്ടി പുതിയ വണ്ടികൾ നിരത്തിലിറക്കാൻ പോകുന്നത്. കേൾക്കാൻ നല്ല സുഖമുള്ള രാഷ്ട്രീയ പ്രസംഗം എന്നല്ലാതെ ഇതിനെ എന്ത് പറയാനാണ്? ഇനി അതും പോരാനിട്ട് പദ്ധതി ദുരുപയോഗം ചെയ്യാതിരിക്കാൻ ആധാർ ലിങ്കഡ് സ്മാർട്ട് കാർഡുകൾ ഏർപ്പെടുത്തുമത്രേ. സാധാരണക്കാരായ സ്ത്രീകൾ ഇനി ഈ സ്മാർട്ട് കാർഡിനായി ക്യൂ നിൽക്കണം. ആ കാർഡുകൾ അച്ചടിച്ച് വരാൻ എത്ര മാസം എടുക്കും? അതുവരെ ഈ 100 ദിവസത്തെ പരീക്ഷണ കാലയളവ് കഴിഞ്ഞ് പദ്ധതി തന്നെ ഓർഡിനറിയിൽ നിന്ന് എന്നേക്കുമായി വിട പറയുമോ എന്ന് കണ്ടറിയണം. ഇനി ഇതിനിടയിൽ KSRTCയിലെ പ്രതിപക്ഷ യൂണിയനുകളായ CITUവും BMSഉം ഈ അധിക ബാധ്യതയ്ക്കെതിരെ സർക്കാരിനെതിരെ തിരിഞ്ഞു കഴിഞ്ഞു.
CITU പറയുന്നു ബാധ്യത സർക്കാർ ഏറ്റെടുക്കുമെന്ന്. BMS പറയുന്നു KSRTCയെ അങ്ങ് സർക്കാർ ഡിപ്പാർട്ട്മെന്റ് ആക്കിക്കൂടെയെന്ന്. ചുരുക്കം പറഞ്ഞാൽ സുഹൃത്തുക്കളെ, വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യമിട്ട് യാതൊരുവിധ മുൻധാരണയുമില്ലാതെ വമ്പൻ ഓഫറുകൾ പ്രഖ്യാപിക്കുമ്പോൾ കൈയടിക്കാൻ എളുപ്പമാണ്. എന്നാൽ കടമെടുത്ത് ഓണം ആഘോഷിക്കുന്നത് പോലെ KFCയുടെ മുന്നിൽ കോടികൾക്കായി കൈനീട്ടേണ്ടി വരുമ്പോഴാണ് ഇന്ദിരാ ഗ്യാരണ്ടിയുടെ യഥാർത്ഥ സാമ്പത്തിക ഭാരം ഈ സതീശൻ സർക്കാരിന് ബോധ്യപ്പെടുന്നത്. വോട്ടർമാരെ മുഴുവൻ വോൾവോ ബസ് കാണിച്ച് മോഹിപ്പിച്ചിട്ട് ഒടുവിൽ ഓർഡിനറി തുരുമ്പൻ ബസ്സിലേക്ക് കയറ്റിയിടുന്ന ഈ സതീശൻ മോഡൽ ബുദ്ധി ജനങ്ങൾ തിരിച്ചറിഞ്ഞു. തൽക്കാലം ജൂൺ 15 മുതൽ ഓർഡിനറി ബസ്സുകളിലെ ലേഡീസ് സീറ്റിലിരുന്ന് സ്ത്രീകൾക്ക് യാത്ര ചെയ്യാം. 100 ദിവസത്തെ ഈ പഠനത്തിന് ശേഷം ഫാസ്റ്റ് പാസഞ്ചറിലേക്കോ ഈ ഭാഗ്യം നീളുമോ അതോ സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി ഈ ഓർഡിനറി യാത്രയും കട്ടപ്പുറത്താകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി അതിലും വലിയ തമാശ, ഈ 100 ദിവസത്തെ പഠനം കഴിഞ്ഞുള്ള 2ാം ഘട്ട പ്രഖ്യാപനമാണ്. 100 ദിവസത്തെ ലാഭനഷ്ട കണക്കുകൾ പഠിച്ച് റിപ്പോർട്ടുകൾ നൽകാൻ ഗതാഗത കമ്മീഷണറോട് ആവശ്യപ്പെട്ടിട്ടുണ്ടത്രേ. KSRTCക്ക് എപ്പോഴെങ്കിലും ലാഭമുണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ പുതിയതായി ഒരു ലാഭനഷ്ട കണക്ക് പഠിക്കാൻ പോകുന്നത്. പണ്ടേ കിതച്ചോടുന്ന ആനയുടെ പുറത്തോട്ടാണ് ഈ 57 കോടിയുടെ ഭാരം കൂടി വെച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ടും 100 ദിവസം കഴിഞ്ഞിട്ട് സർക്കാർ പറയും പഠിച്ചപ്പോൾ വലിയ നഷ്ടമാണ്, അതുകൊണ്ട് ഫാസ്റ്റിലേക്കും സൂപ്പർ ഫാസ്റ്റിലേക്കും ഈ പദ്ധതി വ്യാപിപ്പിക്കാൻ കഴിയില്ല എന്ന്. ചുരുക്കത്തിൽ വോട്ട് കിട്ടാൻ വേണ്ടി ജനങ്ങൾക്ക് വലിയ ആകാശമുട്ടയുള്ള വാഗ്ദാനങ്ങൾ കൊടുക്കുക, ഭരണം കിട്ടിക്കഴിയുമ്പോൾ കമ്മിറ്റിയെ വെക്കുക, പഠനം നടത്തുക, ഒടുവിൽ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ് ജനങ്ങളെ കൈവളർത്തുക എന്ന സ്ഥിരം രാഷ്ട്രീയ അടവ് തന്നെയാണ് ഇവിടെയും അരങ്ങേറുന്നത്. കടം വാങ്ങി ഓണം ആഘോഷിക്കുന്നത് പോലെ KFCയിൽ നിന്ന് കോടികൾ കടമെടുത്ത് ഈ 100 ദിവസം വണ്ടി ഓടിക്കുമ്പോൾ നാളെ ആ കടത്തിന്റെ പലിശ വീട്ടാൻ ഇവിടുത്തെ സാധാരണക്കാരുടെ മേൽ നികുതിയുടെ അടുത്ത ബോംബ് വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. വോൾവോയും സ്വിഫ്റ്റും സ്വപ്നം കണ്ട് വോട്ട് ചെയ്ത കേരളത്തിലെ വോട്ടർമാർക്ക് സതീശൻ സർക്കാർ നൽകിയ ഈ ഓർഡിനറി തിരിച്ചടിയെ നിങ്ങൾ ഏത് രീതിയിലാണ് കാണുന്നത്? ഇനി അടുത്ത വലിയ തമാശ വരാൻ പോകുന്നത് ഈ ആധാർ ലിങ്കഡ് സ്മാർട്ട് കാർഡിന്റെ വിതരണത്തിലാണ്. ഒരു റേഷൻ കാർഡോ ഡ്രൈവിംഗ് ലൈസൻസോ പുതുക്കാൻ കൊടുത്താൽ മാസങ്ങളോളം ജനങ്ങളെ ഓഫീസുകൾ കയറ്റി ഇറക്കുന്ന സർക്കാർ സംവിധാനമാണ് ഇപ്പോൾ ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് 100 ദിവസത്തെ പരീക്ഷണ ഓട്ടത്തിന് വേണ്ടി സ്മാർട്ട് കാർഡ് അടിച്ചു കൊടുക്കാൻ പോകുന്നത്. ഈ 100 ദിവസത്തെ പരീക്ഷണം കഴിയുമ്പോഴേക്കും പകുതി പേർക്ക് പോലും കാർഡ് കിട്ടാൻ സാധ്യതയില്ല. ഇനി കാർഡ് കിട്ടാത്തവർ എന്ത് ചെയ്യണം? പഴയതുപോലെ പൈസ കൊടുത്ത് തന്നെ ടിക്കറ്റ് എടുക്കണം. അതായത് പരീക്ഷണ കാലയളവ് കാർഡ് അടിച്ച് മാറ്റി തീർക്കുക. പരമാവധി പേർക്ക് സൗജന്യം കൊടുക്കാതിരിക്കാൻ നോക്കുക. ഒടുവിൽ 100 ദിവസം കഴിയുമ്പോൾ കാർഡുകൾ വിതരണം ചെയ്തതിൽ ഇത്ര കോടിയുടെ ചിലവ് വന്നു, പദ്ധതി സാമ്പത്തികമായി ലാഭകരമല്ല എന്ന് പറഞ്ഞ് ഫയൽ മടക്കി അലമാരയിൽ വെക്കുക. നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് ജനങ്ങളെ വലിയ ഭയമൊന്നുമില്ല, പക്ഷെ ജനങ്ങളുടെ കൂവലിനെ അവർക്ക് പേടിയാണ്. തിരഞ്ഞെടുപ്പ് സമയത്ത് മൈക്ക് കൊട്ടി നാട് നീളെ പ്രസംഗിച്ചതാണ് ഈ ഇന്ദിരാ ഗ്യാരണ്ടി. അന്ന് സ്ത്രീകൾ വോട്ട് ചെയ്തത് ഈ വാക്ക് വിശ്വസിച്ചായിരിക്കാം. ഇപ്പോൾ ഭരണം കിട്ടിയിട്ട് ഒന്നും ചെയ്തില്ലെങ്കിൽ അടുത്ത തവണ വോട്ട് ചോദിച്ച് ചെല്ലുമ്പോൾ നാട്ടുകാർ ചൂലും എടുത്ത് ഓടിക്കുമെന്ന് സതീശൻ സർക്കാരിന് നന്നായിട്ടറിയാം. അതുകൊണ്ട് ജനങ്ങളുടെ വായടുപ്പിക്കാൻ വേണ്ടി കണ്ടെത്തിയ ഒരു ഉപായം മാത്രമാണ് ഈ ഓർഡിനറി ബസ് സർവീസ്. ഞങ്ങൾ വാഗ്ദാനം പാലിച്ചില്ല എന്ന് ആരും പറയരുത്. ദേ ഓർഡിനറി ബസ്സിൽ കയറി പോയിക്കോളൂ എന്ന് പറയാൻ വേണ്ടിയുള്ള ഒരു പക്കാ രാഷ്ട്രീയ അടവ്. പക്ഷേ സുഹൃത്തുക്കളെ, ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി സർക്കാർ കാണിച്ചു കൂട്ടുന്ന ഈ അഡ്ജസ്റ്റ്മെന്റ് നാടകം കൊണ്ട് യഥാർത്ഥത്തിൽ പണികിട്ടാൻ പോകുന്നത് ആർക്കാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് തന്നെയാണ്. കാരണം ഈ 57 കോടി രൂപയുടെ ബാധ്യത തീർക്കാൻ വേണ്ടി കേരളം ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്ന് സർക്കാർ കോടികൾ കടമെടുക്കുകയാണ്. ഈ കടം നാളെ പലിശ സഹിതം തിരിച്ചടക്കേണ്ടത് ഇതേ ജനങ്ങളുടെ നികുതി പണം കൊണ്ടാണ്. എന്തായാലും ഈ ഒരു വിഷയത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.